ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയും പയർ കറിയും ക്യാബേജും. ഇതെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധനം തന്നെ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. പക്ഷെ ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നപ്പോൾ തുടങ്ങാം അല്ലേ. നമുക്ക് പയർ, ഇതിന് പച്ചപ്പയറെന്ന് പറയും, ഗ്രീൻ ഗ്രാം ഇംഗ്ലീഷിൽ പറയും. അപ്പം നമുക്കതിൻ്റെ ഇനി കന്നഡത്തിൽ ഹസിರು ಬೇಳೆ, ಹೆಸರು ಕಾಳು അങ്ങനെയും പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പയർ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു 3 ടൊമാറ്റോ മീഡിയം സൈസ്, ഒരു നല്ല എരിവുണ്ടായിരുന്ന പച്ചമുളക് 4, മീഡിയം സൈസ് 2 ഉള്ളി, ഒരു പൊട്ടാറ്റോ ഇതിട്ടിട്ട് നമുക്ക് കുക്കറടിച്ച് വെക്കുക. ഒരു 4-5 വിസിൽ ആയി കിട്ടിയാൽ മതി. നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടണം. ആ സമയത്ത് നമുക്ക് ക്യാബേജ് കട്ടിങ് ആക്കിയത്, കഴുകി വൃത്തിയാക്കി കട്ടിങ് ആക്കിയ ക്യാബേജ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഉള്ളി കട്ടിങ് ആകുന്ന സമയത്ത് നമുക്കൊരു ഇസ്മ, യാ മലിക് യാ അല്ലാ, മാലിക് അല്ല, ശ്രദ്ധിക്കുക, യാ മലിക് യാ അല്ലാ എന്ന അസ്മാഉൽ ഹുസ്നയുടെ 4ാമത്തെ ഇസ്മാണിത്. ഇത് നമുക്ക് ഈ ഇസ്മിനെ ളുഹർ നിസ്കാരം കളാ ചെയ്യാതെ, നമ്മൾ ളുഹർ സമയത്ത് ബാങ്ക് വിളിച്ച സമയത്ത് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ആ നിസ്കാരം കളാ ആകാതെ, അതായത് ളുഹർ നിസ്കാരം നിസ്കരിച്ച് അതിൻ്റെ ദുആയും ദിക്റും എല്ലാം ചെയ്തതിന് ശേഷം ആ നിസ്കാരം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ ഹൃദയം ലോലമായി കിട്ടും. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാവാൻ പറ്റും. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകാനും ഇത് നമുക്ക് ഹെൽപ്പായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ദിക്ർ ആ സമയത്ത് മാത്രമല്ലാതെ നമുക്ക് സുബഹിൻ്റെ നേരവും പോലും നമുക്ക് നിസ്കരിച്ച് അതേ ആ പായയിൽ തന്നെ ഇരുന്ന്, നിസ്കാരപ്പായയിൽ തന്നെ ഇരുന്ന് 121 പ്രാവശ്യം നമുക്ക് ചെല്ലാം. അതും നല്ല ഹൃദയം വിശാലമാകാനും ബറക്കത്തുണ്ടാവാനും നല്ലതാണ്. അപ്പോൾ ബാക്ക് ടു ക്യാബേജ് ബറവ് അല്ലേ. ആ കുഞ്ഞു കുഞ്ഞായി കട്ടാക്കി വെച്ചിട്ടുണ്ടായ ക്യാബേജ് ബറവിലോട്ട് ഉള്ളി 2 ഉള്ളി ഇട്ട്, പച്ചമുളക് നല്ല എരിവുള്ളത്, നിങ്ങൾക്ക് എരിവ് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെന്തിട്ട് പച്ചമുളക്, മല്ലി, പിന്നെ ഇതന്നെ എല്ലാം ഇട്ട് നല്ല രീതിയിൽ കുഴച്ച് എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ട് നല്ല രീതിയിൽ കുഴച്ച് എടുക്കാം. കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, അത് കുറച്ചിട്ടത്. ഇനി നമുക്ക് വറവിടുമ്പോൾ അതിൽ ജീരകം ഇടാം. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. നല്ല ചൂടായ പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം കടുകിടുക, ജീരകം, വെളുത്തുള്ളി നല്ല രീതിയിൽ ഒന്ന് ഗോൾഡ് കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് പിന്നെ വറുത്തെടുക്കാം. ഈ വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ, സ്പൂണിൽ ഇങ്ങനെ ഇളക്കാൻ പോയാൽ അതെല്ലാം ആ കടുകും ജീരകവും പൊട്ടി കയ്യിൽ തെറിക്കും. അപ്പം ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചത്, അതിൻ്റെ മൂടെടുക്കാം, ചട്ടീനെ എടുത്തിട്ട് നല്ല രീതിയിൽ പാനിനെടുത്ത് ഈ മാതിരി തിരിച്ച് വെക്കാം. അപ്പം എന്താ ഈ കൈക്ക് അതൊന്നും തെറിക്കില്ല, പൊട്ടി തെറിക്കില്ല കടുക്. അപ്പോൾ ആ കടുകെല്ലാം ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് ക്യാബേജ് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, നല്ല കളർഫുള്ളായ ക്യാബേജ് അതിലോട്ടിട്ട് മിക്സാക്കി, വറവിലോട്ടിട്ട് മിക്സാക്കി എടുക്കാം. ഇതിന് ഞാൻ തേങ്ങ
തേങ്ങ കുറച്ച് ഇടണം. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറവെല്ലാം റെഡിയായതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് തേങ്ങ ഇടാം. തേങ്ങ ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കൊരു മുട്ട എടുത്ത് നല്ല രീതിയിൽ ആ വറവിലോട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ നമുക്കിനി ഗോതമ്പ് ദോശക്കുള്ള മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിന് മിക്സിയിലിടുമ്പോൾ ഞാൻ എടുത്തില്ല. 2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ വെള്ളമൊഴിച്ച് നല്ലോണം വെള്ളമൊഴിക്കുക. നമുക്കറിയാമല്ലോ ദോശക്ക് മാവക്ക് ഏത് രീതിയിൽ വെള്ളം ആവശ്യമുണ്ടോ ആ രീതിയിൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി അടിച്ചെടുക്കാം മിക്സിയിൽ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിൽ മല്ലിയില, പച്ചമുളക്, ഉള്ളി, ക്യാരറ്റ്, ഇത്ര വെജിറ്റബിൾസ് നല്ല കുഞ്ഞായി കട്ടാക്കി എടുക്കാം. എന്നിട്ട് നമ്മളെ പാൻ നല്ല ചൂടുണ്ടാകുമ്പോൾ ചൂടാക്കിയിട്ട് അതിലോട്ട് മാവെടുത്ത് ഒഴിച്ച് നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കാം ദോശ. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് ഈ പയർ കറി നല്ല ടേസ്റ്റായിരിക്കും, ക്യാബേജ് തോരനും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആയിരിക്കുമല്ലോ ആണെന്ന് വിചാരിച്ച്. പിന്നെ തോന്നി ചപ്പാത്തി വേണ്ട, നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കുട്ടികൾ കഴിച്ച പോലെ ആയി. പിന്നെ ദോശ ആയതിന് കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് നമ്മുടേതായ നെയ്യ് ഉണ്ടല്ലേ, ഗീ, അപ്പോൾ ആ ഗീ അതിലോട്ട് കുറച്ച് തടവി കൊടുക്കുക ദോശയിലോട്ട്. എന്നിട്ട് നമുക്ക് ഫ്ലിപ്പാക്കാം ദോശ. ആ ഭാഗവും കൂടി നല്ല റോസ്റ്റായി കിട്ടിയതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പയറുണ്ടായിരുന്നാൽ പയർ കറിയിലേക്കൊന്ന് വറവിടാം. പാത്രം നല്ല ചൂടായതിന് ശേഷം നമുക്കത് എണ്ണ ഒഴിക്കാം, കുറച്ച് എണ്ണ ഒഴിക്കാം, ഒരു 2 സ്പൂണോ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം, വറ്റൽ മുളകിടാം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ പയർ വേവിച്ചിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ വെന്ത് ഉടയണം. ഇത് വെന്തിന് ഞാൻ ഉടച്ചിട്ടില്ല, പിന്നെ കുറച്ച് ഉടച്ചെടുത്ത് പയർ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കറിയും റെഡിയായി. ഇതാ നല്ല രീതിയിൽ ഉടച്ച് നല്ല ഒരു കറി നല്ല ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കെടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി ഹാപ്പി ആൻഡ് പോസിറ്റീവ്. ബൈ ബൈ.